സഡാക്കോ സസാക്കി. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയം. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ തീരുമാനിച്ചു. 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബിനെയും വഹിച്ചുകൊണ്ട് അമേരിക്കൻ പോർ വിമാനം ഹിരോഷിമയെ ലക്ഷ്യമാക്കി പറന്നുയർന്നു. 1945 ഓഗസ്റ്റ് 6 സമയം രാവിലെ 8:15. ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങിയ ഹിരോഷിമക്കാർ അത്യുഗ്രൻ ശബ്ദം കേട്ട് ഞെട്ടിവിറച്ചു. ലോകത്താദ്യമായി അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചു. ആ ബോംബിൻ്റെ മാരകശക്തിയിൽ അനേകം പേർ അപ്പോൾ തന്നെ മരിച്ചു. ഹിരോഷിമയിൽ അണുബോംബ് സംഹാര താണ്ഡവം നടത്തുമ്പോൾ അവിടെ നിന്നും 1.5 മൈൽ അകലെയുള്ള ഒരു വീട്ടിൽ നമ്മുടെ കുഞ്ഞു സഡാക്കോ സസാക്കി എന്ന 2 വയസ്സുകാരി ശാന്തമായി ഉറങ്ങുന്നുണ്ടായി. ബോംബ് പൊട്ടിയ സ്ഥലത്തു നിന്നും അകലെയായിരുന്നതിനാൽ അവൾക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. സഡാക്കോ വളർന്നു വലിയൊരു ഓട്ടക്കാരിയാവുക എന്ന അഭിലാഷത്തോടെ സ്കൂളിലെ മത്സരങ്ങളിൽ ചേർന്നു. അനേകം മത്സരങ്ങളിൽ വിജയിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മത്സര ഓട്ടത്തിനിടെ ആ 12കാരി തളർന്നു വീണു. വിശദമായ പരിശോധനയിൽ ആ സത്യം വെളിവായി. സഡാക്കോയെ മാരകമായ രക്താർബുദം ബാധിച്ചിരിക്കുന്നു. അണുബോംബ് പുറത്തുവിട്ട വികിരണങ്ങൾ നൽകിയ ക്രൂര സമ്മാനം. തൻ്റെ സ്വപ്നങ്ങൾക്ക് അണുബോംബേൽപ്പിച്ച പ്രഹരത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ മിത്രമായ ചിസൂക്കോ മരിക്കാതിരിക്കാനുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞു. ജപ്പാൻകാർക്ക് കൊറ്റികൾ പവിത്രമായ പക്ഷികളാണ്. ഇവ 1000 വർഷം ജീവിക്കുമെന്നാണ് ജപ്പാനിലെ പരമ്പരാഗത വിശ്വാസം. ആര് 1000 കൊറ്റികളെ ഉണ്ടാക്കുന്നുവോ അയാളുടെ ആഗ്രഹം സാധിക്കും എന്നാണ് വിശ്വാസം. തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന കടലാസുകൊണ്ട് കൊറ്റിയെ ഉണ്ടാക്കുന്ന വിദ്യ ചിസൂക്കോ സഡാക്കോയെ കാണിച്ചു കൊടുത്തു. 1000 കൊറ്റികളെ നിർമ്മിച്ച് തൻ്റെ ആയുസ് തിരികെ പിടിക്കാൻ സഡാക്കോ വർദ്ധിച്ച ഉത്സാഹത്തോടെ പരിശ്രമിച്ചു. അതിതീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും അതിനെ കടിച്ചമർത്തി അവൾ കൊറ്റികളെ നിർമ്മിച്ചു. ചില ദിവസങ്ങളിൽ അനേകം കൊറ്റികൾ. രോഗം കൂടുതലായി ശല്യപ്പെടുത്തിയ ദിവസങ്ങളിൽ 1ഓ 2ഓ മാത്രം. കൊറ്റികളുടെ എണ്ണം 644-ലെത്തിയപ്പോൾ രോഗം അവളെ പൂർണ്ണമായും കീഴടക്കി. അവളുടെ കൂട്ടുകാർ ശേഷിച്ച 356 കൊക്കുകളെ നിർമ്മിച്ച് അവളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ആയിരക്കണക്കിന് സഡാക്കോമാരുടെ പ്രതിനിധിയാണ് സഡാക്കോ സസാക്കി. ഇനിയൊരു സഡാക്കോ ഈ ഭൂമിയിൽ നിന്ന് അകാലത്തിൽ പൊഴിയരുത്. അതിന് നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് തന്നെ തുടങ്ങാം. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും അസൂയയുടെയും വിഷവിത്തുകളെ നമ്മിൽ നിന്ന് പറിച്ചെറിഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ പ്രചരിപ്പിക്കാം. (1955) ഒക്ടോബർ 25 തൻ്റെ കൊറ്റികളെ തനിച്ചാക്കി സഡാക്കോ വിട ചൊല്ലി. അധികം വേദനയില്ലാതെ സമാധാനമായ ഉറക്കത്തിലേക്ക് അവൾ യാത്രയായി.